അളിയാ ഗാഥ ചരക്ക് കൊള്ളാം കേട്ടാ. Guarantee. Talk to me, numbers never lie. Add it up, that's me. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ. കൊള്ളല്ലേ? തിരക്കിടില്ല. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരமான ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ജിമ്മിലൊക്കെ പോകണ്ടോ? ഏയ് അങ്ങനെയൊന്നും പോകാറില്ല. നല്ല ഫിഗറാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. நீங்களும் அப்படி நினைச்சீங்க இல்லையா? ஆமா சார். அப்ப நானும் அந்த மாதிரி நினைச்சதுல தப்பு இல்லையே? இல்ல சார். எது ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാ? ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണ. എന്തോടാ പറഞ്ഞു? നമ്മളാരാണാവോ? രാധ, സീത. സോറി സാർ. നല്ല ബെസ്റ്റ് ചേർച്ച. ബ്യൂട്ടിഫുൾ. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ, ബാലകൃഷ്ണ, നല്ല മലഞ്ചേർക്ക് വണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലോടാ. വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അത് നിന്റെ മനസ്സിലാ ബോംബെക്കാരികൾ പറഞ്ഞോണ്ടാ. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ? അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. മനഃശക്തി തരണേ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. അങ്ങനെ സൗന്ദര്യ ആസ്വാദനം ഒരേ സമയം പേഴ്സണലൈസ്ഡും ജനറലൈസ്ഡും ആകുന്നു. ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ.